വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇവിടെ രണ്ടാൾക്കാരുണ്ട്. രണ്ടുപേരും നിങ്ങൾക്ക് അറിയായിരിക്കും. ഒന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, രണ്ടെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതെ അതെ. ഇവനെ റീസെന്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. കുറച്ചാലും മുന്നേ ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. എന്നിട്ട് ബോയ് ഫ്രണ്ട് ആയി. പിന്നെ കുറച്ചാലും മുന്നേ ഞാൻ പിന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. അങ്ങനെ ഫിയാൻസി ആയി. ഇനി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഹസ്ബൻഡ് ആക്കും. ഇവിടെ പിന്നെ അതൊന്നല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സോ ആൻസി ഉണ്ട്, അവനുണ്ട്. രണ്ടുപേരോടും ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഹൂ നോസ് മീ ബെറ്റർ. വളരെ ഫ്രഷ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ എന്റെ കയ്യിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ റെഡിയാണ്. അങ്ങനെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല കേട്ടോ. അതെന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ ആൻസിനെ മീറ്റ് ചെയ്യുന്നത് 2018 നിങ്ങൾ ബിടെക്കിന് ജോയിൻ ചെയ്തപ്പോഴാണ് ഞാൻ ആൻസിനെ കണ്ടത്. അപ്പൊ ആൻസിനോട് നമ്മള് ആൻസിക്ക് കൂടെ അറിയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊന്നും അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവന് എന്റെ 1ാം ക്ലാസ് മുതലാണ്. 2005 ആയിരിക്കും. 2015 നമ്മള് 10th കഴിയുന്നത്. അപ്പൊ 2005 മുതൽ ഇവൻ എന്നെ അറിയാം, കാണുന്നുണ്ട്. അപ്പൊ ടെക്നിക്കലി ഇവൻ എന്നെ കുറെ കാലം മുന്നേ അറിയാം. രണ്ടുപേർക്കും ബുക്കും പെന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ഓൾസോ നമുക്ക് എന്റെ എഡിറ്റിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൈമർ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവനെ കിടന്ന് ഇങ്ങനെ പ്രസംഗിക്കും. അപ്പൊ പിന്നെ എനിക്ക് എഡിറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ അങ്ങനെയാണോ? അല്ല ഞാൻ പറയും, ഞാനല്ലേ ക്വിസ് മാസ്റ്റർ. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് എഴുതാൻ 45 സെക്കൻഡ്സ് തരും. ഓക്കെ, ആ 45 സെക്കൻഡ്സിന്റെ ഉള്ളിൽ ഞാൻ യെസ് എന്ന് പറഞ്ഞു ഇവിടെ ഞാൻ ഓൺ ആക്കിയിട്ടേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? എന്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കോപ്പി അടിക്കാനൊന്നുമില്ലേ? അതൊക്കെ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ സോഡിയാക് സൈൻ. ഇത് വളരെ ഈസി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിഞ്ഞൂടാ. ഞാൻ കഴിഞ്ഞോ? നിങ്ങൾ എഴുതി കഴിഞ്ഞോ? ഓക്കെ, നീ എഴുതി. ഓക്കെ, അപ്പൊ ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നീ എഴുതി എന്താ? ജെമിനി ആണ് എന്റെ സോഡിയാക് സൈൻ. ഓക്കെ, ആൻസിനെ ഞാൻ വിടുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ഒരു മോളിൽ പോയപ്പോ അവിടെ ഞങ്ങൾ ഒരു ബുക്ക് കണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇതെടുത്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവരോട് രണ്ടുപേരോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ രണ്ടുപേർക്ക് മുട്ട. എനിക്ക് ക്യൂസ് മാസ്റ്റർ 1. 4 നീ. നിനക്കൊന്നും അറിയില്ല. നീ നോക്കൂ, നീ ഫുൾ മുട്ട വാങ്ങുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഈസ് ആം ഐ എ മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഔൾ? ആദ്യം എഴുതി കഴിയുന്നവർക്ക് ആദ്യം മാർക്കുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് കിട്ടില്ലല്ലോ. കഴിഞ്ഞോ? നീ എഴുതിയെന്താ? മോർണിംഗ് പേഴ്സൺ. യെസ്, രണ്ടുപേർക്കും ഒരു മാർക്ക്. വാട്ട് ഈസ് മൈ ഷൂ സൈസ്? കറക്റ്റ് ടു ഫിറ്റ് ആണോ അല്ല നീ ഇന്നാള് വാങ്ങിച്ചതാണോ? കറക്റ്റ് ഫിറ്റ് എഴുതിയാലും കുഴപ്പമില്ല. ഒരു ഇച്ചിരി ഒന്ന് വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. പക്ഷെ നിനക്ക് രണ്ട് കിഡ് സൈസിലും സൈസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിനക്ക് അറിയണ? എനിക്കറിയാം. നിനക്കും അറിയണ? നീ അങ്ങോട്ട് എഴുതിക്കോ. നീ കുറച്ചാ മതി. ഓക്കെ, 36.5 EU. അയ്യോ, ഞാൻ 5'4" ആ ഇതിലാ പറഞ്ഞത്. എനിക്കറിയില്ലല്ലോ. അത് നീ യുഎസിലുണ്ട്, യുകെയിലുണ്ട്. ഓക്കെ, നീ തീരുമാനിക്കുന്നിട്ട് നോക്കാം. 36.5 37 ആണെങ്കിൽ ഞാൻ കറക്റ്റ് മാർക്ക്. ചാറ്റ് ജിപിടിനോട് ചോദിക്കി. ഇതിൽ ചാറ്റ് ജിപിടി ലോക്ക്ഡൗൺ ആണോ? UK 4 EU 37. എത്രയാണ് നിന്റെ സൈസ്? 36.5 or 37. ആൻസിക്കും അവനും ഒരു പോയിന്റ്. അത് മറ്റേ ചക്കേട്ടവ മോയില് ഞാൻ 36.5 പറഞ്ഞേ. അതെ, അതാണ് കറക്റ്റ്. പക്ഷെ ഞാൻ 37 ആണ് പെടുന്നത്. ഉപയോഗിക്കാറുണ്ടെന്ന്. ബൂട്ട് സൈസ് 37 ആയിരിക്കും. ആ, ബൂട്ട് സൈസ് 37 ആണ്. അപ്പൊ അത് ഓക്കെ. മൈ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മള് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഫസ്റ്റ് ആള്. ആലോചിച്ച് ഉത്തരം എഴുതണം. പെണ്ണാണോ? നീ ഒന്ന് പോയേ. ക്ലൂകളൊന്നുമില്ല. പിന്നെ ഒരു പെണ്ണ് ഒരു ആണ്. ഇല്ല, ഒറ്റ ഉത്തരവുള്ളൂ. ഞാൻ ചോദിച്ച മൈ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആണ്.
രേഷ്മ. നൗഷിന്റെ ഞാൻ 11th ന്നും 12th ന്നാണ് മീറ്റ് ചെയ്തത്. രേഷ്മയാണ്. എന്റെ മൈൻഡിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു ആക്ച്വലി. ഞാൻ ആലോചിച്ച് ചെയ്താ നൗഷിൻ എന്റെ മനസ്സിലുണ്ടായിരുന്നോ? അതിന് മുന്നേ ഞാൻ വന്നു. അതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇവരുടെ മനസ്സിലുള്ള ഉത്തരം എഴുതാം. അത് കറക്റ്റ് ആണെന്ന് ഞാൻ ശരി വെച്ചാൽ അവർക്ക് മാർക്ക് കിട്ടും. അങ്ങനത്തതാണ്. കാരണം ചിലപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതിയപ്പോ എന്റെ മനസ്സിൽ 1-2 ഇൻസിഡൻസ് വന്നു. അപ്പൊ ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ക്വസ്റ്റ്യൻ: വാട്ട്സ് ദ മോസ്റ്റ് അഡ്വഞ്ചറസ് തിങ് ഐ ഹാവ് എവർ ഡൺ? സമയം പോയാൽ പിന്നെ എഴുതാൻ ശ്രമിക്കില്ല. ഫസ്റ്റ് നോക്കണേ. ടീച്ചർമാരൊക്കെ എക്സാം ഹാളിൽ വന്ന് നോക്കണേ. പിന്നെ അവർക്ക് എഴുതാൻ പറ്റില്ല. എടാ നീ 10 സെക്കൻഡ് കൂടെ ഉള്ളു. നീ 30 സെക്കൻഡ് ആണ് ഞാൻ ടൈമർ വെച്ചത്. അഡ്വൈസസ് വോളണ്ടറി ആണോ അല്ല കഴിഞ്ഞു നിന്റെ ടൈം കഴിഞ്ഞു. പുറത്തറിയാൻ പറ്റുന്ന അല്ല പുറത്തറിയാൻ കഴിഞ്ഞു. ഓക്കെ, നീ എഴുതി കാണിക്ക്. നീ മനസ്സിൽ പറയണ്ട. നീ എഴുതിയില്ലല്ലോ? ഞാൻ എഴുതി, പക്ഷെ എനിക്ക് സമയം വേണം കുറച്ചും കൂടെ. ഓക്കെ, ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും 15 സെക്കൻഡ് കൂടെ അതുകൊണ്ട് കഴിക്കാം. 30 സെക്കൻഡ് പാരഗ്രാഫ് എഴുതണം. വോളണ്ടറി ആണ്. ഏറ്റവും എന്താ ഐ മീൻ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് എഴുതേണ്ടത്. അത് ആദ്യം നീ ചെയ്തത്. അങ്ങനെയൊന്നുമില്ല. നിനക്ക് നിന്റെ മനസ്സിലുള്ള അത് എനിക്ക് കേട്ടിട്ട് അത് ഞാൻ ചെയ്ത. കാരണം ഇതില് രണ്ടിലും ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല എല്ലാത്തിലും ഇവർ ഇൻവോൾവ് ആണ്. അല്ല, പക്ഷെ അതൊരു ആക്ടിവിറ്റി ആണോ അല്ല ഒന്നും നീ ചോദിക്കണം. നിനക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. അഡ്വഞ്ചറസ് വെച്ചാൽ പല ഡെഫിനേഷൻ ഇല്ലേ. നിന്റെ ലൈഫ് അറ്റ് ഡേഞ്ചർ ആണോ അല്ല നിന്റെ പാരന്റ്സിനെ പിടിക്കുന്നതാണോ? ലൈഫ് എൻഗേജ്മെന്റ് ആയിട്ടുള്ള സാധനത്തിന് ഇവിടെ കേറോ? ഞാനത് എഴുതി. ഞാൻ എഴുതി സ്കൂബ ഡൈവിംഗ്. നീ എഴുതിയെന്നാ? ഞാൻ ആദ്യം ഡൽഹി പോയതായിരിക്കും. കോയമ്പത്തൂര് എഴുതി. പിന്നെ എന്റെ മനസ്സിൽ പക്ഷെ അത് അഡ്വഞ്ചറസ് അല്ല. പക്ഷെ ഇതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അതെന്താ? കാരണം ഇവള് ഫസ്റ്റ് ടൈം അങ്ങനെ ഇറങ്ങി. പക്ഷെ അതിന് ലൈഫിന് ഡേഞ്ചർ ഇല്ലല്ലോ. ഇല്ലാണ്ടോ? എന്റെ വീട്ടിൽ പിടിച്ചിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കില്ലേ? അപ്പൊ ഞാനും പോയത്. ഓക്കെ, ആൻസർക്ക് പോയിന്റ്. നിനക്ക് പോയിന്റ്. എന്താ സ്കൂബ ഡൈവിംഗ് ഞാൻ ചെയ്തിട്ടില്ല. മുങ്ങിപ്പോയില്ലേ? അത് ഞാൻ സ്കൂബ സ്കൂബ ഡൈവിംഗ് സ്നോർക്കലിംഗ് ഒരു തേങ്ങ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആ മൂലയിൽ ഇങ്ങനെ തിരിഞ്ഞടിച്ചിട്ടുണ്ട്. ഇട്ടോട്ടോ. ഇത് സിമ്പിൾ അത് ഞാൻ എഴുതിയാണ്. എഴുതിയില്ലല്ലോ. ഓക്കെ, അടുത്തത്. ഇവരുടെ കൂടെ. ഓക്കെ, അടുത്തത്. മൈ ഫേവറേറ്റ് സബ്ജക്ട് ഇപ്പൊ വെച്ചാൽ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോ ഉണ്ടായിരുന്ന ഫേവറേറ്റ് ഒരു സബ്ജക്ട് കഴിഞ്ഞു. ഏതാ? ഓക്കെ, അടുത്തത്. നിങ്ങൾക്ക് ചിലപ്പം കിട്ടാൻ സാധ്യത കുറവുള്ളത്. എന്റെ മോസ്റ്റ് പ്ലേഡ് ഗെയിം വെൻ ഐ ആം സ്ട്രെസ്ഡ്. ഞാൻ അധികവും ഇപ്പൊ നിന്നോട് അടി ഉണ്ടാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ കളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ വീടൊക്കെ പഠിക്കുമ്പോഴേ ഞാൻ കളിച്ചോണ്ടിരുന്ന ഒരു ഗെയിമാണ്. ഇപ്പൊ അതിൽ ഏതാണ് ഞാൻ 1000 എങ്ങനെ ലെവൽ എത്തിയിട്ടുണ്ട്. നീ അല്ലേ എന്നോട് അടി ഉണ്ടാക്കാറുള്ളത്? ഒരു ഗെയിം എഴുതിയിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുന്ന കാര്യങ്ങൾ എഴുതിയാലും കുഴപ്പമില്ല. എനിക്ക് ഗെയിം അറിയാം, ഗെയിം കളിക്കാത്തതുകൊണ്ട്. കഴിഞ്ഞില്ലേ? ക്യാൻഡി ക്രഷ് അല്ല, അത് കളിക്കാറില്ല. അത് അക്ഷരയാണ് കളിക്കാറുള്ളത്. പക്ഷെ അതൊക്കെ ഒരു ഗെയിം അല്ലേ ഇങ്ങനെ തിരിച്ചിങ്ങനെ നിന്നെ കൊണ്ട് ഞാൻ പല പ്രാവശ്യം അത് കളിപ്പിച്ചിട്ടുണ്ട്. ആ ഗെയിം ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ക്യാൻഡി ക്രഷ്. അത് എന്നാ അതിലേക്ക് മാറ്റാൻ പറ്റുമോ? കളിക്കാറുള്ളത് ഗാർഡൻ എസ്കേപ്സും ഹോം എസ്കേപ്സും ആണ്. അതിലിങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു ആൾക്ക്. ഞാൻ വിചാരിച്ച അതാണ് ക്യാൻഡി ക്രഷ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ടിവി ഷോ അല്ലെങ്കിൽ ഷോസ് വെൻ ഐ വാസ് എ കിഡ്. ഞാൻ അങ്ങനെ ഒരുപാട് ടിവി ഷോസ് കണ്ടിട്ടുള്ള ആളൊന്നല്ല. ചെറുതായപ്പം കാണുന്ന പല കാര്യങ്ങളിൽ 1-2 കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതിൽ ഒന്ന് എഴുതിയാലും 2 എഴുതിയാലും ഒക്കെ കണക്കന്നെ. ജനറൽ ആയിട്ട് എഴുതാൻ പറ്റും. കാർട്ടൂൺ ആണോ? എന്താണെങ്കിലും ആവാം. കാർട്ടൂൺ ആവാം, സ്പെസിഫിക് പ്രോഗ്രാം ആവാം. വേണ്ട, ഇപ്പൊ കാർട്ടൂൺ ആണെങ്കിൽ കാർട്ടൂൺ അങ്ങനെയല്ല. അങ്ങനെ അതാണ് ഞാൻ സ്പെസിഫിക് ആവണം. പിന്നെ നീ ടിവി ഷോ എഴുതി വെക്കാം. ഏത് കാറ്റഗറിയാണ്? ഇപ്പഴത്തെ അല്ലല്ലോ. അല്ല. ഓക്കെ, ഡോറ. ഇത് രണ്ടും അല്ല. ഞാൻ 2 പേരോടും പറയാറുണ്ടായിരുന്നു. പോകോലുള്ള മിസ്റ്റർ ബീനും എനിക്ക് ഇഷ്ടമാണ്. അതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ അത് 2 പേർക്ക് അറിയുന്നതാണ്. അവർ എഴുതിയിട്ടില്ല. തോറ്റു. ഇത് എനിക്ക് അറിയായിരുന്നു ബ്രോ. ഇത് എന്റെ ഫേവറേറ്റ് ഷോസ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടമുള്ള. ഓക്കെ, കഴിഞ്ഞോ? യെസ്, കാരമൽ ആണ്. സോൾട്ടഡ് കാരമൽ അല്ലെങ്കിൽ കാരമൽ ആണ് എന്റെ ഫേവറേറ്റ്. കാരമൽ പോപ്കോൺ ഇഷ്ടമായിരുന്നല്ലേ? പക്ഷെ അത് ഞാനല്ല എനിക്ക്. അതെ 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 അതെ, അത് അവളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ട് അവള് മറന്നു. എന്റെ നമുക്ക് ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു കാര്യം, അത് സ്ഥലമാവാം, സാധനമാവാം, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇല്ല ഇല്ല, എന്റെ സാധനം, സ്ഥലം, എനിത്തിങ് എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളതായിരിക്കണം. ഓർമ്മയില്ലല്ലോ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ എനിക്ക് എളുപ്പമാണ് തോന്നുന്നത്. ഈ ക്വസ്റ്റ്യൻ ഗേൾസ് ട്രിപ്പ് പോണെന്ന് അതുണ്ട് ബക്കറ്റ് ലിസ്റ്റില്. വിസിറ്റ് സൗത്ത് കൊറിയ. ഓക്കെ, അതുണ്ട്, അതാണ് നീ എഴുതിയത്. അത് രണ്ടും ഉണ്ട്. അപ്പൊ ഇതല്ലേ കുറച്ചുകൂടെ ബക്കറ്റ്. അത് ഇരിക്കാൻ പറ്റുന്നു. പ്രയോറിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന അത് ഏറ്റവും ആദ്യം പറഞ്ഞു. അങ്ങനെയൊന്നും പറയില്ല. അപ്പൊ രണ്ടുപേർക്കും പോയിന്റ് ഉണ്ട്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെയിൻ കോഴ്സ് ഫുഡ്, ലഞ്ചിനുള്ളതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് എഴുതാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആവാം. നീ കഴിക്കുന്നതായിരിക്കണം. അങ്ങനെയല്ല, കേരളീയ ആണോ? അതാണ് എന്റെ ചോദ്യം. അതൊന്നും പറയില്ല. എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണോ എനിക്ക് ഇഷ്ടമുള്ള? എന്റെ മോസ്റ്റ് ഫേവറേറ്റ്. അത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എഴുതണമെങ്കിൽ എഴുതാം, ലഞ്ച് എഴുതാണെങ്കിൽ എഴുതാം. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ കൂടെയാണല്ലോ ദൈവം ഞാൻ ഈ വീഡിയോക്ക് ഇറങ്ങി തിരിച്ചത്. സോറി, ചെറിയൊരു ബുദ്ധിമുട്ടിടയിൽ. അതെ അതെ, നീ പറയൂ. ബീഫിന്റെ എന്തെങ്കിലും ഐറ്റം അല്ല, ഞാൻ ദോശ ചമ്മന്തി. ദോശ ചമ്മന്തി. ഞാൻ എനിക്ക് രണ്ട് ഓപ്ഷൻ തന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബിരിയാണി എഴുതാം, അല്ലെങ്കിൽ ദോശ ചമ്മന്തി എഴുതാം. ബിരിയാണി എഴുതായിരുന്നു. വെരി ബാഡ്. ബീഫ് ഇഷ്ടല്ലേ? ബീഫ് മാത്രം ഞാൻ കഴിക്കും. അല്ല, ബീഫും ചോറും ക്വാളിഫൈ ചെയ്യണോ ഞാൻ തീരുമാനിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. ബീഫ് ബിരിയാണി എഴുതിയാലും മതി. ഓക്കെ, അടുത്തത്. എന്റെ ആദ്യത്തെ ഫോൺ, അതിന്റെ ബ്രാൻഡ് എഴുതിയാൽ മതി, അതിന്റെ സീരീസ് അതൊന്നും എഴുതണ്ട. ഞാൻ എന്റെ ആദ്യത്തെ ഫോൺ എന്ന് പറയുമ്പോൾ ഞാൻ ബിടെക്കിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ആദ്യത്തെ ഫോൺ, ഞാൻ വാങ്ങിയിട്ടുള്ള എനിക്ക് അച്ഛമായി തന്നിട്ടുള്ള ആദ്യത്തെ ഫോൺ. അങ്ങനെയാണെങ്കിൽ ഒരു 5 എണ്ണം എഴുതാം. അത് ഞാൻ തെരഞ്ഞെടുക്കാം. എനിക്ക് അത് ബ്രാൻഡ് ഏതാന്ന് ഓർമ്മയില്ല. അതെ, ഉണ്ടോ? പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാൻ ഒരേപോലെ ഇരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും സെയിം ഫോണാണ്. സീരീസ് പറയണ്ടല്ലോ. ഏതാ? വിവോ. അത്ര വിശ്വാസം ഉള്ളൂ നമ്മളെ എഴുതിയോ? അല്ലെങ്കിൽ അവനെ മാത്രം നോക്കി അവന് വിഷമം ഞാൻ നോക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ. കയ്യില് ഇവിടെ ഒരു സ്കാർ ഉണ്ട്. ഇവിടെ. ഓ, അതുപോലെ അറിയില്ല. ഇതെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾ എഴുതണം. ഇത് ഞാൻ പല Q&Aയിലും അല്ലാണ്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് സ്കൂൾ പഠിക്കുമ്പോഴാണ് വന്നത്. ഇതെനിക്ക് സ്കൂൾ പഠിക്കുമ്പോഴാണ് വന്നത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് പോയി പറയുകയും ചെയ്തിട്ടുണ്ട്. ആ സെയിം ഡേ എന്റെ കൈ മുറിഞ്ഞു ഇങ്ങനെ എന്നുള്ള സെയിം ഡേ പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എഴുതിക്കോ, നിനക്കും അറിയേണ്ടതാണ്. ഞാൻ ബിടെക്കിനൊക്കെ പഠിക്കുമ്പോ എനിക്ക് ആകെ കുറച്ച് കഥകളുള്ളൂ. അപ്പൊ ഇങ്ങനെ ലൂപ്പിൽ പറയുമ്പോ നീ ക്ലൂ ഒന്നുമില്ല. എവിടെ പാടിന്റെ മുറിവിന്റെ ആയും കുറ്റിന്റെ എണ്ണവും ഇതിട്ടതാണോ? സ്റ്റിച്ചൊന്നും ഇട്ടില്ല. ഇത് നമ്മളൊരു കലോത്സവം സമയത്താണ്, സ്കൂൾ കലോത്സവം സമയത്താണ്. നീ ഇങ്ങനെ ഇരുന്നോ? നിനക്കറിയോ? ഇല്ലല്ലോ. എന്നാ ഞാൻ നിർത്തട്ടെ. ഗസ് അടിക്കാന്നേ ഉള്ളൂ, അല്ലാണ്ട് ഫാസ്റ്റ്. ഡോറിനോട് കൊടുക്കും. കഴിഞ്ഞു. നീ എഴുതുന്നില്ലേ? വീണതായിരിക്കും എവിടെയെങ്കിലും. ഓക്കെ, രണ്ടും തെറ്റാണ്. അത് ഇത് പറഞ്ഞല്ലോ, ഡോർ അടിച്ചതാണോ? രണ്ടും തെറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്റെ ഒരു ക്ലാസ്സിൽ, എന്റെ ക്ലാസ്സിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മേഘ. അവളിപ്പോ കാനഡയിലാണ്. അപ്പൊ അവളെ കയ്യിൽ കുപ്പിവള ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ കുപ്പിവള ഇട്ട് നോക്കിയതാണ്. അവന് ഇപ്പോഴും അത് ഓർമ്മയില്ല. അപ്പൊ ആ വള ഞാൻ കേട്ടണ ഫോഴ്സില് പൊട്ടി ഇതിനുള്ളിൽ കയറി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏതോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കരഞ്ഞു സ്റ്റേജിൽ നിന്ന്, വേദന എടുത്തിട്ട്. പാവം കുട്ടി. നിനക്കറിയില്ലല്ലേ, നിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്കത് കാണണം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഡിഡ് ഐ എൻജോയ് ദ മോസ്റ്റ് ആസ് എ ചൈൽഡ്? ഇപ്പോൾ അല്ല, ആസ് എ ചൈൽഡ് ആണ് ഞാൻ ചോദിക്കുന്നത്.
എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റി. ഏതല്ല എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടുമോ? അതൊന്നുമില്ല. അല്ലാന്നോ? എടാ ഞാനല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കണേ, നീ അത് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലേ? കിട്ടിയോ? എഴുതിയോ? ഡാൻസ് അല്ല, സ്പോർട്സ് അല്ലേ? സ്പോർട്സ് ഐ മീൻ എന്തോ ആവാലോ. വാട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഓക്കേ, ഞാൻ എഴുതി. ഞാൻ ഡാൻസ് ചെയ്തു. ഡാൻസ് പക്ഷേ ഡാൻസ് ഇത് പറഞ്ഞ ഒരു അടിച്ചു ഡ്രോയിങ് ക്രാഫ്റ്റ് അങ്ങനത്തെ സാധനം. ആക്ച്വലി ഡാൻസ് ആണ്. ഡാൻസ് ഇഷ്ടമില്ല. കിട്ടുന്നല്ലേ ഉള്ളൂ. എടാ അത് സ്കൂള് ഇത് ചിലപ്പോ സ്കൂൾ സഹോദരന്റെ സമയം അടിക്ക് കിട്ടുന്നോട് ആ സമയത്ത് എനിക്ക് ഇഷ്ടം. നിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് അഗൈൻ ഒരു സ്റ്റോറി ടെല്ലിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. What is a story I have told you about my childhood that I find funny or embarrassing? ഞാൻ പല കഥകൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അത് ഞാൻ നോക്കിയിട്ട് മാർക്ക് ഇടണോ ഞാൻ അതിന് പറയണമെന്നുള്ള ഞാൻ തീരുമാനിച്ച പോലെ നീ എഴുത്. അപ്പൊ ഞാൻ പല കഥകൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട്. എംബാരസിംഗ് ആവാം, ഫണ്ണി ആവാം, എന്തും ആവാം. രണ്ടെണ്ണം എഴുതിയ 2 പോയിന്റ് ഉണ്ട്. ഇല്ല കേട്ടോ, വെറുതെ പറഞ്ഞ. അപ്പൊ നിനക്ക് അറിയില്ല, നിനക്ക് ഒന്നേ അറിയുള്ളൂ. വേണ്ട, 2 എഴുതിക്കോ. 2 പോയിന്റ് ഉണ്ടോ? 2 എഴുതിയ 2 പോയിന്റ്. വേണ്ടെന്ന് ഓർമ്മയില്ല, ഈ ജാതി സാധനങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നില്ല, നീ വായിച്ചാ മതി. ഞാൻ വായിച്ചോക്കണേ. അതെ, ഇത് 2 വായിച്ചിട്ട് ഇതെന്താ? ഇത് ഫണ്ണി അല്ലല്ലോ. ഇത് എംബാരസിംഗ് അല്ലേ നിങ്ങൾക്ക് പറയുമ്പോ? ഓക്കെ, ഫസ്റ്റത്തെയോ? അത് ഓക്കെ. ഓക്കെ ഓക്കെ 2 പുറത്തു പറയാൻ കൊള്ളില്ല. പക്ഷെ ഇത് ഓക്കെ, അവർക്ക് 2 പേർക്ക് പോയിന്റ് ഉണ്ട്. നിനക്കൊന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വാസ് മൈ ഡ്രീം പ്രൊഫഷൻ ആസ് എ കിഡ്? ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കിഡ് വെച്ചാ എത്ര കിഡ്? കിഡ് എന്ന് വെച്ചാൽ ജനിച്ച ഉടനെയല്ല, എന്തായാലും ഒരു 10ാം ക്ലാസ് ഒക്കെ കിട്ടാ. അതൊന്നുമില്ല, 2-3 ഉണ്ടേനു. പിന്നെ ഞാൻ ഒന്നിലേക്ക് ഉറച്ച് ഏതെച്ചാ ഞങ്ങൾ എഴുതിയാൽ മാറി കിട്ടും. അതെ അതന്നെയായിരുന്നു. രണ്ടുപേർക്കും പോയിന്റ്. പേഷ്യൻസ് അതല്ലേ. ഓക്കെ, അടുത്തത്. ഞാനൊരു ചായ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ കോഫി പേഴ്സൺ ആണോ? ഇപ്പൊ നീ 2 കുടിക്കില്ല, അതൊന്നല്ല. എനിക്ക് ഇഷ്ടം എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴാണോ? എപ്പോഴും. എപ്പോഴും, അപ്പോഴും ഇപ്പോഴും. അപ്പോഴും ഇപ്പോഴും. ഇനി മാറുന്നില്ല. ഇപ്പൊ നോക്കണ്ട് കേട്ടോ. പറയൂ. എന്റെ അമ്മ ചായ ഉണ്ടാക്കുന്നത് കോഫിയാണ്. കോഫി എനിക്ക് അറിയായിരുന്നു, പക്ഷെ എപ്പോഴും അതാ ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ ഫേവറേറ്റ് ആണോ എപ്പോഴത്തെയും ഫേവറേറ്റ് ആണോ? ഓക്കെ, നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്താണ്. 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. വേണ്ട, ഇപ്പൊ ചെയ്യണം. Okay, if I could eat only one type of cuisine for rest of my life, what would it be? Very simple. Indian ആണോ അങ്ങനെയൊക്കെ വരിക കുസീൻ എന്ന് പറയുമ്പോൾ? നമ്മുടെ നാട്ടിലെ കുസീൻ കുറച്ച് എന്താ പറയാ, സ്പെസിഫിക് ആയിട്ട് എഴുതണം. കോഴിക്കോടൻ കുസീൻ. നിങ്ങൾ കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ എടുക്കോ? കേരള കുസീൻ. എടാ നീ എഴുതണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ നമുക്ക് ഇഷ്ടമില്ല, തമിഴ് ഇഷ്ടമല്ല. അതൊന്നും പറയണ്ട, തമിഴ് ഫുഡ് അങ്ങനത്തെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ അത് അപ്പൊ അത് കേരള കുസീൻ ഉണ്ടോ? വരില്ലേ കുസീനൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ. ഇന്ത്യൻ കുസീൻ അല്ലാണ്ട് ഇത് കേരള കുസീൻ ആണെങ്കിൽ അത് ഇന്ത്യയിൽ ഉൾപ്പെടുന്നതാ.
നീ സൂപ്പർ സെറ്റ് ആണല്ലോ പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത കുറെ സാധനങ്ങളുണ്ട്. ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് കുസിൻ. ഞാൻ ഇന്റർനാഷണൽ ഫ്രണ്ട്സിനോടല്ല ചോദിച്ചത്, ഞാൻ കേരളത്തിലുള്ള പിള്ളേര് പോലെ. ഓക്കെ, അടുത്തത് എനിക്ക് തീരെ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു വീട്ടുജോലി. വീട്ടുജോലി വെച്ചാൽ ഒരു പണി, ഒരു ചോറ്. ചോറ് അതാണ്. എഴുത് എഴുതിക്കോളൂ. ഇതെന്താണിത്? നീ കഥ എഴുതാണോ? അതിന് മാർക്ക് പോകണം. പാത്രം കഴിക്കും, ഡിഷ് വാഷിംഗ്, വാഷിംഗ് ഡിഷസ്. അത് ഞാൻ ഇവരെ എഴുതുന്നു വിചാരിച്ചില്ല. ഇവരെ എഴുതുന്നു ഞാൻ വിചാരിച്ചിരുന്നു. ഓക്കെ, ഇനി അടുത്തത് കുറച്ചും കൂടെ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലേസ് വേർ വി മെറ്റ് ടുഗദർ ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മൾ മൂന്നുപേരും ആദ്യമായിട്ട് കണ്ട സ്ഥലം. നമ്മൾ മൂന്നുപേരല്ല, നമ്മൾ മൂന്നുപേരും കൂടെ ആദ്യമായിട്ട്. മനസ്സിലായില്ലേ? മീറ്റ് ചെയ്തത് നമ്മള് അല്ല. അത് എത്ര സ്പെസിഫിക് ഉദ്ദേശിക്കണം? അന്ന് നമ്മൾ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇല്ല, നമ്മൾ ആദ്യം മീറ്റ് ചെയ്തത് എന്നുള്ളതല്ല. അന്നത്തെ റുട്ടീൻ എഴുതിക്കോളൂ. അന്ന് മീറ്റ് ചെയ്ത 1-2 സ്ഥലങ്ങൾ അങ്ങനെ എഴുതാം. ഇനി ബസ് സ്റ്റാൻഡ് അങ്ങനെയൊന്നും എഴുതരുത്, അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഏത് സ്ഥലത്ത് ഏത് അങ്ങനെയൊക്കെ എഴുതണം. എനിക്ക് ഒരു സ്പോട്ട് ഓർമ്മയുള്ള അതെ, ചിലപ്പോ അതായിരിക്കും എന്റെ മനസ്സിലുള്ളൂ. അതാണ് ഞങ്ങള് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആപ്പ് ഡു ഐ സ്പെൻഡ് ദ മോസ്റ്റ് ടൈം ഓൺ? ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും. സോഷ്യൽ മീഡിയ ആണോ? അല്ല, ഇപ്പാണ് എപ്പോഴാണ് അതുണ്ട്. റീസെന്റ് ഞാൻ കൂടുതലായിട്ടും സ്പെൻഡ് ചെയ്യാറുള്ള ആപ്പ് അതാണ് ഞാൻ വേറൊന്നും അല്ല, അങ്ങനെയല്ല, ഞാൻ സോഷ്യൽ മീഡിയ തന്നെയാണ് ഉദ്ദേശിച്ചത്. സോഷ്യൽ മീഡിയ വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, പിൻട്രസ്റ്റ്, അതേപോലെ കുറെ ആപ്സ് ഇല്ലേ. അപ്പൊ അതില് ഞാൻ കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്ന ആപ്പ് 2 എഴുതിയത്. ഒന്ന് എനിക്ക് കിട്ടി. ഞാൻ എഡിറ്റിംഗ് ആപ്സ് അല്ല, അങ്ങനെയല്ല. സ്പെസിഫിക് ആയിട്ട് എനിക്ക് അറിയില്ല. നീ ചെയ്യ്, അറിയുന്നുണ്ടാവില്ല, വെറുതെ ഇരിക്കും. ഇട്ട് കൊടുക്കുക. നമ്മൾ ആരെയും അങ്ങനെ തോൽപ്പിക്കാൻ പാടില്ല. ഫെയർ ചാൻസ്. നീയല്ലേ നോക്കാൻ പോണേ? അല്ല, നീ എന്താ എഴുതിയത്? മാർക്ക് വേണ്ട. യൂട്യൂബ്. ഞാൻ എഡിറ്റിംഗ് ആപ്സ് അല്ലെങ്കിൽ ജേർണലിംഗ് അതിനൊക്കെ നീ ടൈം കൂടുതൽ കൊടുക്കും. എഡിറ്റിംഗ് ആപ്പ്, ജേർണലിംഗ് ആപ്പ് ഒന്നുമില്ല. ജേർണലിംഗ് ഓൺലൈൻ ആയിട്ട് എന്തോ ഒരു ജേർണൽ അതൊന്നല്ല, അത് രാവിലെ ഒരു ഇതാണ്. അവസാനത്തെ എന്റെ ഫൈനൽ സ്കോർ വന്നിരിക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടാക്കും. കഴിഞ്ഞ ഞാൻ ഫുൾ സ്കോർ ചെയ്ത് വെരി ഗുഡ് ഒക്കെ ഇട്ടു. ഇല്ല, നമുക്ക് നിർത്താം. ഇല്ല ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. വൺ തിങ് വിച്ച് ഐ റിഗ്രറ്റ് വെരി ബാഡ്ലി. എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ എന്താണെങ്കിലും ഇവർക്ക് എഴുതാം. അത് അതിൽ പെടുന്നതാണെങ്കിൽ ഞാൻ മാർക്ക് കൊടുക്കും. അത് എന്തെങ്കിലും ഡിസിഷൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവാം. ഞാൻ അതിപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ഇവരെഴുതണം. അല്ല, എനിക്ക് റിഗ്രറ്റ് ഒക്കെ ഉണ്ട്. നീ ഒന്ന് എഴുത്. നീ എന്തിനാണ് വീഡിയോ പറയാൻ പറ്റാത്ത എഴുതണേ? അതാണ് എനിക്ക് കിട്ടിയത്. എന്നാ നീ എഴുത്. ഞാൻ റിഗ്രറ്റ്. നീ എഴുത്, നോക്കാം നമുക്ക്. അങ്ങനെ നമ്മളുടെ വീഡിയോ പരിസമാപ്തിയിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഇവരിൽ ആര് ജയിക്കും കാണാം. വെയിറ്റ് ആൻഡ് വാച്ച്. നോക്കട്ടാ, ഞാനല്ലേ നോക്കണേ. അതെ, ഇത് ഞാൻ പറയാം. ഓക്കെ, എനിക്ക് മനസ്സിലായി. അതൊരു റിയലൈസേഷൻ ആയിരുന്നു. അത് ഞാൻ പറയാം. ഇത് നീ വായിച്ചോ? ഞാൻ എവിടെ
എവിടെ? അല്ലേ 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 ഇത് regret ആണ്. എവിടെ, 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 എവിടെ? വേണ്ട, വേണ്ട. നമുക്കറിയാം. ഒക്കെ ആ, വേണ്ട. ഈ പിന്നെ കാണിച്ചെടുക്കാം. ഓക്കേ. വീഡിയോ നിങ്ങൾക്ക് അറിയണം. ആ. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഇവിടെ എഴുതി ഇവനെ എഴുതി ഞാൻ പറയണ്ട. ഇതിപ്പോ നാളെ ഞാൻ ഇവളോട് ആ, പറഞ്ഞു അതെ. എന്ത്? നമ്മള് അമ്മയൊക്കെ ഫുഡ് രാവിലെ ഉണ്ടാക്കണൊക്കെ തന്നെ ആ. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറില്ലായിരുന്നു, ഞാൻ ചെയ്യാറില്ലായിരുന്നു. ഓക്കേ. അപ്പൊ അത് റീസെന്റ് ആണ് എനിക്ക് അതിന്റെ മനസ്സിലായത്. ഞാനൊക്കെ അമ്മ ഫുഡ് ഉണ്ടാക്കി ഇതിന് ഉപ്പില്ല ഇതിന് പുളിയില്ല ഇത് ശരി, അത് appreciation. ആ. I mean, realization. അങ്ങനെ പറയായിരുന്നു. പക്ഷെ regret അപ്പൊ എന്റെ മനസ്സില് അതിപ്പോ റീസെന്റ് ഉള്ള റീൽ ഒന്നും കണ്ടിട്ടൊന്നല്ല കേട്ടോ, വളരെ എളുപ്പമല്ലേ രാവിലെ എണീക്കുന്ന എന്താ 4 പാത്രത്തിൽ അടുപ്പത്ത് നിൽക്കാൻ വെക്കണോ പോകണമെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒന്നുമില്ലെങ്കിൽ 2 സാധനം ഉണ്ടാക്കിയത് കഴിഞ്ഞ് പാത്രം കഴുകാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചപ്പോ ഫോർ എക്സാമ്പിൾ ബിടെക്കിന് പോയത് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉള്ള ഒരു പക്ഷെ കാര്യം. അപ്പോഴും നിനക്ക് ചോയ്സ് ഇല്ലല്ലോ. ബിടെക്കിൽ പഠിക്കാണ്ടിരുന്നത് അതെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അല്ല ബിടെക് എടുത്തത് എനിക്ക് റിഗ്രറ്റ് ഉള്ളതായിരുന്നു. No, no. കേട്ടാ റിഗ്രറ്റ് ഇസ് എ കോൺഷ്യസ് ഒരു ചോയ്സ് നീ എടുക്കണം. നിനക്ക് അവിടെ വേറെ ചോയ്സ് ഇല്ലായിരുന്നല്ലോ. എനിക്ക് ചോയ്സ് ഉണ്ടായിരുന്നു, എനിക്ക് വേണമെങ്കിൽ പ്രൊവിഡൻസിലെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഓ അതായിരുന്നു ബെറ്റർ. അങ്ങനെ പക്ഷെ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് റിഗ്രറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ആലോചിക്കും ബിടെക്കിന് 4 കൊല്ലം ഇത്ര ഉഴപ്പി പോലെ പക്ഷെ ഉഴപ്പുണ്ടായിരുന്നു. അത് ഞാൻ മനസ്സിൽ വന്നതാണ് എഴുതിയിരുന്നു. പിന്നെ അതുപോലത്തെ കുറച്ച് ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം ഒരു പോയിന്റ്സ്. ഓക്കെ ഞാൻ കൗണ്ട് ചെയ്യാം. നീ ചിലപ്പോ 2 മാർക്ക് കൂട്ടി. ഇല്ല ഞാൻ ഫുൾ കറക്റ്റ് എടുത്തു. 1 2 3 4 5 6 7 8 9 10 11 12 13 5 അത്രയും ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നോ? 22 ഉണ്ടായിരുന്നു. 11 ഓക്കെ അങ്ങനെ അവൻ ജയിച്ചു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. 11 പോയിന്റ് അത് ഞാൻ വിട്ടെടുത്തു. നേരത്തെ പറഞ്ഞില്ലേ? ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി 5 വിട്ടെടുത്തതാണ്. അല്ല, ബാക്കി അല്ല. 15 അല്ലാട്ടോ ശരിക്കും നിനക്കത് ഉള്ളത്. യെസ് യെസ് യെസ്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് അധികം ഉണ്ടാവില്ല, കാരണം വരുമ്പോ പോകും. പക്ഷെ നമുക്ക് ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്റെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ബൈ.